അങ്ങനെ സുരേഷ് ഗോപിയുടെ അടുത്ത പടവും പൊട്ടി. JSK, അതായത് ജാനകി വി വേഴ്സസ് കേരള എന്ന സിനിമയാണ് 8 നിലയിൽ പൊട്ടിയിരിക്കുന്നത്. ആ സിനിമ രണ്ടാം ദിനം നേടിയ കളക്ഷൻ വെറും 1 കോടി രൂപ മാത്രമാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷനാണ്. സുരേഷ് ഗോപിക്ക് വേണം 20 കോടി രൂപ. പിന്നെ ഈ പടത്തിന് 1 കോടി രൂപ കളക്ട് ചെയ്തിട്ട് എന്ത് കാര്യം? രണ്ടാം ദിനത്തോടു കൂടി ഈ കളക്ഷൻ കുത്തനെ കുതിച്ചു താണിരിക്കുന്നു. ആദ്യത്തെ ദിവസം നേടിയത് 2.1 കോടി രൂപയാണ്. രണ്ടാം ദിവസം 1 കോടി രൂപ. പ്രവീൺ നാരായണനാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. ചിന്താമണി കൊലക്കേസിന് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിലെത്തുന്ന ചിത്രമാണ് ജാനകി വി വേഴ്സസ് കേരള. ഈ ചിത്രം ഒരുപാട് വിവാദങ്ങളിലേക്ക് പോയി. ജാനകി എന്ന പേര് കൊടുക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. സുരേഷ് ഗോപി ഇടപെട്ട് അവസാനം ജാനകി വി വേഴ്സസ് ഓഫ് കേരള എന്നാക്കി. ജാനകി വേഴ്സസ് കേരള എന്നായിരുന്നു യഥാർത്ഥ പേരത്രേ ഈ ചിത്രത്തിന്. പക്ഷേ അവസാനം കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡ് കത്രികയുമായി വന്നു. സെൻസർ ബോർഡ് ചിത്രത്തിന് അനുമതി കൊടുത്തില്ല. സെൻസർ ബോർഡിലുള്ളതെല്ലാം സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളാണെന്നേ. BJP-ക്കാരാണ് സെൻസർ ബോർഡിലുള്ളത്. എന്നിട്ട് പോലും അവർ അനുമതി കൊടുത്തില്ല. ഒടുവിൽ സുരേഷ് ഗോപി സ്വന്തമായി ഇടപെട്ട്, സുരേഷ് ഗോപി ശക്തമായ രീതിയിൽ തന്നെ ഇടപെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അപ്രൂവൽ വാങ്ങി തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ. തിയേറ്ററിലെത്തിയപ്പോഴാണ് പടത്തിൻ്റെ ദുർഗതി പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത്. പഴയ വീഞ്ഞ് പുതിയ കുപ്പി. ഈ ചിന്താമണി കൊലക്കേസൊക്കെ പുതിയൊരു തീമായിരുന്നു. ഒരു അഭിഭാഷകൻ കുറ്റവാളിയെ ഇറക്കിക്കൊണ്ടുപോവുക, ആ കുറ്റവാളിയെ അഭിഭാഷകൻ തന്നെ വധിക്കുക എന്നുള്ള രീതി. അതൊരു പുതുമയുണ്ടായിരുന്നു. ഇതിലൊരു പുതുമയില്ലെന്നേ. ഇത് ചുമ്മാ സുരേഷ് ഗോപി വന്ന് ചപ്പടാച്ചി ഡയലോഗുകൾ അടിച്ച് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു പുതുമയും ഇല്ല. സുരേഷ് ഗോപിക്ക് ഒരുപാട് മുന്നേറാൻ കഴിയും ഇനിയുള്ള കാലഘട്ടത്തിൽ. അതിന് അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനവുമുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു ഭാഗം BJP-ക്കാരുമുണ്ട്. പക്ഷേ സംഭവം ഇതൊക്കെയാണെങ്കിലും സുരേഷ് ഗോപിയുടെ നല്ല പടങ്ങൾ കിട്ടിയാലല്ലേ സ്വീകരിക്കാൻ പറ്റും. സംഘപരിവാറുകാരനെ പടം വന്ന് കാണണമെങ്കിൽ നല്ല പടങ്ങളായിരിക്കണം. ഇത് അറബോറൻ പടം, കോട്ടമായിട്ട് കാണേണ്ട പടം, അല്ലാതെ അതിൽ വേറൊരു പ്രത്യേകതയും ഇല്ല. സുരേഷ് ഗോപിയും അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് പൊളിറ്റിക്സ് കേരള കരുതുന്നത്. സുരേഷ് ഗോപിക്ക് ഇപ്പോഴും ഒരു സ്പേസ് ഉണ്ട് കേരളത്തിൽ. ഒരു കാലത്ത് ആക്ഷൻ ഹീറോ ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഗരുഡൻ എന്ന ചിത്രമൊക്കെ അദ്ദേഹം മനോഹരമായിട്ടാണ് ചെയ്തത്. വലിയ വിജയമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ജാനകി വി വേഴ്സസ് ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രത്തിൽ എത്തിയപ്പോൾ ആ ചിത്രത്തിൻ്റെ പേര് തന്നെ വലിയൊരു കുഴപ്പമാണ്. അത്രയും അത്രയും കൺഫ്യൂഷനാക്കുന്ന ഒരു പേരൊന്നും ആ ചിത്രത്തിന് ഇടേണ്ടിയിരുന്നില്ല. എന്തായാലും ജാനകി വേഴ്സസ് കേരള മാറ്റി ജാനകി വി വേഴ്സസ് കേരള എന്നാക്കി സർക്കാരല്ല, സെൻസർ ബോർഡ് നിർദ്ദേശിച്ച കട്ടുകളൊക്കെ ചെയ്തുകൊണ്ടാണ് ചിത്രം എത്തിയിരിക്കുന്നത്. പക്ഷേ ചിത്രത്തിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മറ്റൊരു വമ്പൻ പരാജയമായി ഈ ചിത്രത്തെ കണക്കാക്കാം. പരാജയങ്ങളുടെ രാജകുമാരനാണല്ലോ സുരേഷ് ഗോപി. ഒരു കാലത്ത് കുറേ ആക്ഷൻ വേഷങ്ങൾ ചെയ്തു. പിന്നെ ആ ആക്ഷൻ വേഷങ്ങളിൽ കൂടെ തന്നെ ജീവിക്കാമെന്ന് സുരേഷ് ഗോപി കരുതി. അത് സുരേഷ് ഗോപിക്ക് വലിയ തെറ്റായി മാറി. തോക്ക് ഗോപി എന്നൊരു പേരും ആ കാലത്ത് സുരേഷിന് വീണു. ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം തൃശ്ശൂരിലെ MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിനെങ്കിലും പറയാമായിരുന്നു, സെൻസർ ബോർഡിലേക്ക് ഈ പടം പോകുമ്പോൾ ജാനകി വി എന്നുള്ളത് മാറ്റാനുള്ള ഒരു ചങ്കുറപ്പ് സുരേഷ് ഗോപി കാണിക്കണമായിരുന്നു. അവിടെയൊന്നും സുരേഷ് ഗോപി ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, സുരേഷ് ഗോപി മാറി നിൽക്കുകയും ചെയ്തു. എന്തായാലും ജാനകി വി വേഴ്സസ് കേരള സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ കരിയറിൽ വലിയൊരു പരാജയമായി ആ ചിത്രം മാറിയിരിക്കുന്നു. കാവൽ, പാപ്പാൻ, ഗരുഡൻ എന്നീ ചിത്രങ്ങളൊക്കെ സാമാന്യ വിജയം നേടിയ ചിത്രങ്ങളാണ്.
പക്ഷേ ഈ ചിത്രം 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു എന്ന സത്യം പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ അറിയിക്കുന്നു. ആരുമില്ല ചിത്രം കാണാൻ, ആരുമില്ലെന്നേ, തിയേറ്ററിൽ ആരുമില്ലെന്നേ. പൊളിറ്റിക്സ് കേരളയ്ക്ക് വേണ്ടി ഞാനൊന്ന് തിയേറ്ററിലൊക്കെ പോയി നോക്കി, ആളുണ്ടെങ്കിൽ കയറാമെന്ന് വിചാരിച്ചു, ആളില്ല. പുറത്തു കൊടുക്കുന്ന ഓൺലൈൻ സർവേ റിപ്പോർട്ടുകൾ അവരെപ്പോഴും സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ പോസിറ്റീവാണെന്നേ പറയൂ, ഇല്ലെങ്കിൽ സുരേഷ് ഗോപി ഫാൻസുകാർ തല്ലും. പ്രത്യേകിച്ചും സംഘികളാണ്, തല്ലാൻ അവർക്ക് നല്ല വശമുണ്ട്. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രം. മിണ്ടാത്തരത്ത് മിണ്ടുന്നതാണ് പൊളിറ്റിക്സ് കേരള.